ഒരു സെനാരിയോ പറയാം. ഞാനൊരു അച്ഛനാണ്, എനിക്കൊരു 2 day ട്രിപ്പ് പോകണം. എന്തൊക്കെ ശ്രദ്ധിക്കണം? ലീവ് കിട്ടിയോന്ന് നോക്കണം, ജോലി ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ അതനുസരിച്ച് നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു ഏർപ്പാടുണ്ടാക്കണം. ബാഗ് പാക്ക് ചെയ്യണം, പോകണം. സിമ്പിൾ. ഞാനൊരു അമ്മയാണ്, എനിക്കൊരു ട്രിപ്പ് പോകണം. എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം? സെയിം. ലീവ് കിട്ടുമോ നോക്കണം. ഇനി ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മക്കളുടെ കാര്യം, പിള്ളേരെ ആര് നോക്കും? പിള്ളേരുടെ സ്കൂളിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് കൊണ്ടുവിടുന്നതും വരുന്നതും ആരാണ്? ഇവരുടെ ഫുഡിന്റെ കാര്യം എങ്ങനെയാണ്? ഓരോരുത്തർക്കും ഓരോ സ്പെഷ്യൽ ഫുഡ് ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെ ആയിരിക്കും? ഇനി ഇവരുടെ എക്സാം ടൈം ആണോ, ആ സമയത്താണോ ഞാൻ ട്രിപ്പ് പോകുന്നത്? ക്യാൻസൽ ചെയ്യണോ? ഇനി അഥവാ പോയിന്ന് തന്നെ ഇരിക്കുക, പോയി കഴിയുമ്പോൾ പിള്ളേർക്ക് എന്തെങ്കിലും വയ്യാതാവുകയോ ഒരു ആവശ്യം വരുമോ ചെയ്തു കഴിഞ്ഞാൽ, പോട്ടെ ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും കടന്നു പോകുന്ന അവരുടെ മനസ്സിൽ കൂടെ? ഒരു സന്തോഷമായിട്ട് ഒരു കാര്യത്തിന് പോയിട്ട് വരാൻ പറ്റുമോ? ആ ഒരു കണ്ടീഷനിങ് എന്താ? ഒരാൾക്ക് ഭയങ്കര കൂളായിട്ട് ഇറങ്ങിപ്പോവാം, മറ്റേ ആൾക്ക് ഒത്തിരി കാര്യങ്ങൾ ആലോചിച്ചും ചിന്തിച്ചും ഒക്കെയാണ് ഒരു യെസ്, ഒരു ട്രിപ്പിനാവട്ടെ ഒരു ഗെറ്റ് ടുഗദറിനാവട്ടെ ഒരു യെസ് പറയാൻ പറ്റുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കണ്ടീഷനിങ്? ഇത് ഭയങ്കര നോർമലുമാണ്. കാരണം നമ്മളിപ്പോൾ ഒരു ഗെറ്റ് ടുഗദറിന്, ഈ ഇടയ്ക്ക് ഒരു ഗെറ്റ് ടുഗദർ ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഒത്തിരിയും പേര്, അവർക്ക് ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുകളാണ്. അവരെയൊന്നും ബ്ലെയിം ചെയ്യുന്നൊന്നുമല്ല, അതൊരു കണ്ടീഷനിങ്ങിന്റെ ഭാഗമാണ്. നമുക്ക് സ്വന്തമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല, പിള്ളേരുടെ ഇത്രയും കാര്യങ്ങളുണ്ട്, ഇതൊക്കെ കഴിഞ്ഞിട്ടേ. പിന്നെ പിള്ളേരെ നോക്കാനും ആരില്ല. കാരണം ആകെ ഒരൊറ്റ ഒരാളിലാണ് ആ ഒരു റെസ്പോൺസിബിലിറ്റി വന്ന് വീണേക്കുന്നത്. അപ്പം നമ്മൾ അറൗണ്ട് ഒരു 10-100 പേരുള്ളതിൽ പ്ലാൻ ചെയ്ത് അവസാനം ഒരു 10 പേരൊക്കെയാണ് വന്നത്. അതുപോലെ വലിയ വലിയ ഇവന്റ്സ് ഉണ്ടാക്കുമ്പോഴും ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ഒത്തിരി റീൽസ് നമ്മൾ ഇൻസ്റ്റയിൽ കാണാറുണ്ട്. എല്ലായിടത്തും എക്സ്ക്യൂസ് എന്ന് പറയുന്നത് വീട്ടിലെ കാര്യം നോക്കാൻ ആളില്ല, അല്ലെ? അതെങ്ങനെയാണ് ഈ റെസ്പോൺസിബിലിറ്റി ഒരാളുടെ തലയിലോട്ട് മാത്രം വരുന്നത്? അതാണ് ഇന്നത്തെ ബ്ലാ ബ്ലാ.